ഇപ്പൊ നമ്മുടെ ലൂസിഫറിലെ ചേച്ചി ഒരു പാട്ടായിരുന്നു, ലൈക്ക് റിലീസ് ചെയ്തില്ലെങ്കിൽ അതിലൊരു പാട്ടായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്തത് എമ്പുരാനാണ് വരാൻ പോണത്. അപ്പൊ എമ്പുരാനില് പ്രതീക്ഷ ഉണ്ടോ? ശരിയെന്നാ അതായത് അങ്ങനെ ലൂസിഫർ അല്ല, ലൂസിഫർ ആദ്യത്തെ. എമ്പുരാൻ ഇപ്പൊ റിലീസ് ആവാൻ പോലുള്ള അത് ലാലേട്ടന്റെ മൂവിക്ക് ശേഷമല്ലേ? മറ്റേ മൂവിയുടെ പേരെന്താ? കാർട്ടൂൺ മൂവി ബറോസ്. ബറോസിന് ശേഷമല്ലേ? അല്ല, ലൂസിഫറിന്റെ രണ്ടാമത്തെ പാർട്ട് രണ്ടാമത്തെ കണക്ഷൻ ഇപ്പോഴാണ് ഓക്കെ. അത് വിജയിക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും ഇത്രയും വലിയ ടോപ്പിക്ക്, അത്രയും വലിയൊരു ആൾക്കാരെ ഒന്നും വിലയിരുത്തേണ്ട ആളൊന്നും അല്ല. വിജയിക്കട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ. ഞാനും പോയി കാണാൻ ശ്രമിക്കുന്നുണ്ട്. ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ആരൊക്കെ പറയണേ. അതെ, ടിക്കറ്റ് പക്ഷെ ബുക്ക് മൈ ഷോയില് വന്നിട്ടില്ലല്ലോ, വരാറാവുന്നുള്ളൂ. വരുമ്പോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. അല്ല, വിജയിക്കട്ടെ. ഇപ്പൊ എന്താ പറയാ, എല്ലാ ന്യൂജൻ പിള്ളേരുടെ സിനിമകളാണ് കൂടുതൽ വിജയിക്കുന്നത്. പിള്ളേരൊക്കെ ഒരു വൈബാണ്. ഏറ്റവും കൂടുതൽ വൈബ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിലളി മറ്റേ വാലന്റൈൻസ് ഡേക്ക് അന്ന് ഐ ലവ് യു തന്നെ പറയണമെന്ന് കത്ത് വരെ എഴുതി വെച്ചിട്ടില്ല. എന്താ ബേസിലിന് ഇത്ര ഇഷ്ടപ്പെടാൻ? അവന്റെ എന്താ പറഞ്ഞ, അവനൊന്നും വിളിക്കുന്നത് ക്ഷമിക്കുക, പ്രായത്തിന് ഇളയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ബേസിൽ സാറിന്റെ അഭിനയം അടിപൊളിയാണ്. പിന്നെ തല ഒരു രക്ഷയില്ല, ബുദ്ധി പിന്നെ ന്യൂജൻ വൈബാണ്. എന്ന് വെച്ചാല് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ്. അതെ, ഇപ്പൊ പണ്ടത്തെ ഡയറക്ടർമാർ എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ ഇരുന്നോ, നിങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന മൈൻഡല്ല. അതൊന്നുമല്ല, ഫ്രീ മൈൻഡാണ്. ആർട്ടിസ്റ്റിന്റെ കൂടെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ തന്നെ. എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഞാനൊന്നുമല്ല സിനിമയിലുള്ള ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരു മനുഷ്യ സ്ത്രീ, സാധാരണ സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബേസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് അടുത്ത് കണ്ടതില്? എല്ലാ മൂവി ഇഷ്ടമാണ്. അതിലൊക്കെ ഭയങ്കര കുറച്ച് വില്ലനീസും കൂടി. എന്ത് വില്ലൻ ചെയ്താലും നമുക്ക് കാണുന്നവർക്ക് വില്ലനായിട്ട് തോന്നുന്നില്ല, കോമഡി ആയിട്ട് വരില്ലേ? എന്നോടും പറഞ്ഞിട്ടുണ്ട് ബേസിന്റെ ആ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നു. അതെ. പിന്നെ ചേച്ചി പുലിക്കളി ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറില്ലേ? പൊതുവെ നമ്മള് സ്ത്രീകള് പുലിക്കളി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ പുലിക്കളിയോ സ്ത്രീകളോ അങ്ങനെയൊക്കെ ആലോചിക്കാറ്. പക്ഷെ ചേച്ചി ചെയ്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പൊ അതിനെ പറ്റി പറയാമോ? എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ്? പുലികൾ എന്ന് വെച്ചാൽ നമ്മള് ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണ് പെണ്ണെന്ന് വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു മുറിക്കകത്ത് അടഞ്ഞ് കെട്ടി കിടക്കുന്നൊക്കെയാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആണും പെണ്ണും എല്ലാം തുല്യതയായിട്ടിരിക്കുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് പുലികളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ പോയി കണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ്. എനിക്കതിന് കുറേ നെഗറ്റീവൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു 4-5 മണിക്കൂറൊക്കെ നമ്മൾ യൂറിൻ പോലും പാസ് ചെയ്യാണ്ട് ഈ ഇവിടെ ഇരുന്ന അരപ്പട്ടേക്കില്ലേ 7-8 കിലോ ഉണ്ടാവും. അതൊക്കെ അരയെ കെട്ടി നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. പിന്നെ പാമ്പ് പിടിച്ച പുലികളി ചെയ്യുന്ന ചേട്ടന്മാരെ പുലികളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അല്ലാതെ കുറച്ച് പേരെയൊക്കെ പ്രോഗ്രാമിനൊക്കെ അവിടെ ഇവിടെ വിളിക്കുന്നല്ലാതെ ഒന്നും അവർക്കൊന്നും പിന്നെ ഈ വയറും കൊണ്ട് അവർ ജീവിക്കുന്ന അവസരം നിങ്ങൾ ഓർത്ത് നോക്കിയേ. പക്ഷെ പുലികളിക്ക് എല്ലാവരും ഉണ്ടാവും, അവരെ കാണിക്കെടുക്കാനും ഫോട്ടോ എടുക്കാനും. അത് കഴിഞ്ഞ് ഈ ചേട്ടന്മാരെ ഒന്നും ആർക്കും ഒരു വിവരമില്ല, എവിടെയാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. അവർ ആ വയറും വെച്ച് ജീവിക്കുന്നൊന്നും ഓർത്ത് നോക്കിക്കണം. അപ്പൊ അതുപോലെ അത്രയും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. മൂത്രം പോലും ഒഴിക്കാൻ പറ്റാണ്ട് നമ്മള് 6-7 കഷ്ടപ്പാട് അറിയില്ല. നല്ലപോലെ ആ പെയിന്റ് അടിക്കുവാണെങ്കിൽ തന്നെ ഇത് മണ്ണെണ്ണ തേച്ചത് കഴുകി കളയുമ്പോൾ ഉള്ള ഒരു എഫോർട്ട് ഉണ്ടല്ലോ, അതൊന്നും പെമ്പിള്ളാരെ എടുക്കൂല. ഇപ്പോഴത്തെ പെമ്പിള്ളാരെ എല്ലാവരും പറയും പെമ്പിള്ളാരെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ടീമായിട്ട് ഇറങ്ങാം, പെൺപുലികളായിട്ട് തന്നെ ഇറങ്ങാം. പക്ഷെ പിള്ളേരോട് ചോദിക്കുമ്പോഴൊക്കെ പറയാം ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾക്കൊക്കെ നടുവേദനയാണ്. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് പിന്നെ എല്ലാവർക്കും നടുവേദനയാണ്, ആർക്കും നടുവേദന ഇല്ലാത്തതില്ല. പിന്നെ മടിച്ചുകളാണ് ഒട്ടുമിക്ക ആൾക്കാർ, എല്ലാം കുഴിമടിച്ചുകളാണ്. ഇരിക്കുന്നിടത്ത് വെച്ച് വെള്ളം എടുത്തു തരുമോ എന്ന് പറയുന്ന ആൾക്കാർ പോയി കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഒരു ചായ വെക്കാൻ പോലും ആർക്കും അറിയത്തില്ല, എല്ലാം മടിച്ചുകളാ. ഇവിടെ വന്നിരുന്ന ഞാനാണ് അടുക്കള കയറുന്ന മൊത്തം. അതിപ്പത്തെ ട്രെൻഡാണ്. അത് പറഞ്ഞാൽ മതി. അത് നമ്മുടെ സേഫ് സോൺ. അതിപ്പത്തെ ട്രെൻഡ്. ഇതൊന്നും പറയണ്ട, ഇതിനുള്ളതൊന്നും പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ പുലിക്കളി എന്ന് പറയുന്നത് ആണുങ്ങൾ ചെയ്തേ പറ്റൂ, അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ആണുങ്ങളുടെ ജോലി, നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഏത് ജോലി ഇപ്പൊ തെങ്ങ് കയറുന്നുണ്ടല്ലേ പെൺപിള്ളേർ, എത്രയോ പേര് കയറുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര വിമർശിക്കപ്പെടാറില്ലേ? പെണ്ണുങ്ങളെ എപ്പോഴും എല്ലാരും അടിച്ച് റൂമിനുള്ളിൽ തന്നെ കിടക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് വിമർശിക്കുന്ന മൊത്തം. പെൺപിള്ളേരൊക്കെ വരട്ടെ, ഉദിച്ചു കയറി വരട്ടെ. പിന്നെ നമുക്ക് ഉള്ളൊരു പക്ഷെ വേറൊരു കാര്യമുണ്ട്, എത്രയൊക്കെ പറയുന്ന പറഞ്ഞാലും ഒരു പെണ്ണിനെ അമ്മയാകാൻ പറ്റൂ അല്ലേ? അത് ശരിയാ. ആ ഒരു സഹനം, ആ ഒരു വേദന ആണുങ്ങൾക്ക് പറ്റുമോ? പറ്റൂലടേ, പറ്റൂല. സ്മരണ വേണം നിനക്കൊക്കെ, സ്മരണ. നിന്നോടും കൂടി നോക്കി നിന്ന് ചിരിച്ചോണ്ടിരിക്കുക. അതെ, ഇത് ഓരോന്ന് പറയുമ്പോ നോക്കി പറയണം. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറയുമ്പോ